ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്വസ്റ്റൻ റിജേഴ്സ്. അപ്പൊ ഞാൻ നേരത്തെ ഇട്ട ഫൈൻഡിങ് ദ 4 കാർട്ടറിന്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിനൊരു സെറ്റപ്പ് ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം തന്നെ എയ്സ് സംബന്ധിച്ചുള്ള സെറ്റപ്പ് നോക്കാം. അപ്പൊ ആദ്യം 2 എയ്സ് എടുത്തിട്ട് ഒരു എയ്സ് ടോപ്പിലും ഒരെണ്ണം ബോട്ടമിലും വെക്കണം. എന്നിട്ട് ഈ ഡെക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും വെക്കണം. ഓക്കെ, അപ്പോ ഒരു എയ്സ് ടോപ്പിലും ഒരെണ്ണം ബോട്ടമിലും ഒരെണ്ണം സെന്ററിലും 2 സെന്ററിലുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കാർഡിന്റെ മുകളിൽ ഒരു പിങ്കി ബ്രേക്ക് വെക്കണം. ഈ പിങ്കി ഫിംഗർ വെച്ച് ഒരു ബ്രേക്ക് വെക്കണം. ഓക്കെ, സ്പെക്ടേറ്ററിനെ സാധാരണ അല്ല തോന്നുള്ളൂ കാണുമ്പോൾ, പക്ഷെ താഴത്തെ ഒരു ബ്രേക്ക് ഉണ്ടാവണം. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ, ഇനി നമുക്ക് ട്രിക്കിന് റെഡി ആവാം. ഫസ്റ്റ് പിന്നെ ആ ബാക്കിയുള്ള 2 ജോക്കേഴ്സ് ഡെക്കിന്റെ മുകളിൽ വെക്കണം. ഓക്കെ, എന്നിട്ട് കാർട്ടിക്ക് തുടങ്ങണം. ഓക്കെ, ഇപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ 2 ജോക്കേഴ്സ് ഉണ്ട്. ഇത് ഹെൽപ്പർ കാർഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് സൈഡിൽ വെക്കണം. എന്നിട്ട് ട്രിക്ക് തുടങ്ങണം. ട്രിക്ക് തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്പെക്ടേറ്ററിന്റെ അടുത്ത് നമ്മളിങ്ങനെ റിഫിൽ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറയാം. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡെക്ക് എടുക്കേണ്ടത് ഈ പിങ്കി ബ്രേക്ക് വെച്ചാൽ സ്ഥലത്തായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പറയണം 3ആയിട്ട് ഡെക്കിനെ തിരിക്കാൻ പോകണതാണ്. ഫസ്റ്റ് പൈല് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ വെക്കണം. ഓക്കെ, ഈ പൈലില് ടോപ്പിലും ബോട്ടമിലും ഒരു എയ്സ് ഉണ്ട്. ഇനി അടുത്തത് ഇവിടെ എവിടെയെങ്കിലും ഒരു സെന്ററിലായിട്ട് ഒന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് അത് ഇവിടെ വെക്കണം. എന്നിട്ട് അടുത്തത് ഇവിടെ വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റത്തേല് ടോപ്പിലും ബോട്ടമിലും ഒരു എയ്സ് ഉണ്ട്. ഇതിന്റെ അകത്ത് ടോപ്പിലൊരു എയ്സ് ഉണ്ട്. ഇതിന്റെ അകത്ത് ബോട്ടമിലൊരു എയ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഷഫിൾ ചെയ്യണം. ഓക്കെ, എല്ലാ ഡെക്കും ഷഫിൾ ചെയ്യണം. അപ്പൊ ഷഫിൾ ചെയ്യുമ്പോൾ ഈ എയ്സ് ഒക്കെ അവിടെ തിരിഞ്ഞു. അപ്പൊ നമ്മളൊരു പ്രത്യേകതര ഷഫിളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാ എയ്സും താഴ്ത്തായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു എയ്സ് ഇപ്പൊ താഴ്ത്തുണ്ട്, ഒരു എയ്സ് ടോപ്പിലുണ്ട്. അപ്പൊ നമ്മൾ ഷഫിൾ ചെയ്യുമ്പോൾ അത് 2 സ്വാപ്പ് ആയാൽ മതി. ഒരു എയ്സ് എന്തായാലും ബോട്ടമിൽ വേണം. അപ്പോൾ ഷഫിൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓവർ ഹാൻഡ് ഷഫിളാണ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റത്തെ കാർഡ് ഒന്ന് എടുക്കണം. ഓക്കെ, എന്നിട്ട് ഇനി ഷഫിൾ ചെയ്യണം. ഓക്കെ, എന്നിട്ട് അവസാനം എത്തുമ്പോൾ അവസാനത്തെ കാർഡ് മാത്രമായിട്ട് ടോപ്പിൽ വെക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ടോപ്പിലത്തെയും ബോട്ടമിലത്തെയും കാർഡ്സ് സ്വാപ്പ് ചെയ്ത്. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. ഫസ്റ്റ് കാർഡ് എടുക്കണം, ഷഫിൾ ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ലാസ്റ്റത്തെ കാർഡ് ടോപ്പിൽ വെക്കണം. ഓക്കെ, ഇപ്പോഴും ടോപ്പിലൊരു എയ്സ് ബോട്ടമിലൊരു എയ്സ്, ഒരു എയ്സ് ആയാലും മതി. ഓക്കെ, ഇനി അടുത്തതിൽ ടോപ്പിലാണ് എയ്സ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഒരു കാർഡ് മാത്രം ഫസ്റ്റ് ഷഫിൾ ചെയ്യണം. ഓക്കെ, ഒരു കാർഡ് മാത്രം എടുത്ത് വെക്കണം. എന്നിട്ട് ബാക്കിയെല്ലാം ഷഫിൾ ചെയ്യണം. ഇന്നത്തെ ലാസ്റ്റ് കാർഡ് അങ്ങനെ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കാർഡ് ബോട്ടമിലായാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഷഫിൾ ചെയ്യണം. അടുത്തത് ഇത് ബോട്ടമിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 4 ഫിംഗേഴ്സും ഇതിന്റെ താഴത്ത് വെക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു ഷഫിൾ ചെയ്യണം. ഓക്കെ, ഷഫിൾ ചെയ്യുമ്പോൾ 2 കാർഡ്സ് വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യണം. ഓക്കെ, അപ്പൊ അത് പിന്നെയും ബോട്ടമിലായിരിക്കും. നമ്മൾ കാണിച്ചു തരാം. ഇങ്ങനെ ഷഫിൾ ചെയ്യണം. എന്നിട്ട് ഷഫിൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇപ്പോ എല്ലാ പൈലിലും ഒരു കാർഡ് ബോട്ടമിലുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പെക്ടേറ്ററിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാർഡ്സ് ടേബിളിൽ വെക്കുന്ന സമയത്ത് സ്റ്റോപ്പ് എന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ സ്പെക്ടേറ്റർ ഇപ്പൊ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു ഓർത്തോ. നമ്മൾ ആ വന്ന കാർഡ് അവിടെ തിരിച്ചു വെച്ചിട്ട് ബാക്കി ഡെക്ക് അതിന്റെ മുകളിൽ വെക്കണം. ബാക്കി ഡെക്ക് അതിന്റെ മുകളിൽ വെക്കുന്ന സമയത്ത് എയ്സ് ആയിരിക്കും എന്തായാലും അതിന്റെ കൂടെ വന്നത്. ഇതിന്റെ അകത്തും അതേപോലെ തന്നെ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ വെക്കണം. അപ്പോഴും എയ്സ് തന്നെ ഇരിക്കും അതിന്റെ കൂടെ വരുന്നത്. എന്നിട്ട് ഇതിന്റെ അതും അതേപോലെ തന്നെ. ഓക്കെ ഓക്കെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഓർത്തോ. ഇതിന്റെ അകത്തും എയ്സ് ആണ് വന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കാർഡ്സ് എല്ലാം അകത്തോട്ടാക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം. അപ്പോൾ ഈ ഒരു ഡെക്ക് ഇതിന്റെ മുകളിലും അടുത്ത ഡെക്ക് ഇതിന്റെ മുകളിലും വെക്കണം. അപ്പൊ 3, 2, 1. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ഈ കാർഡ്സ് ഒക്കെ ഡെക്കിൽ എവിടെയാണെന്ന് നമുക്ക് നോക്കാന്ന് പറയണം. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് തന്നെ ഈ ഒരു കാർഡ് ഉണ്ട്. എന്നിട്ട് നമ്മൾ പറയണം അതിന്റെ കൂടെയുള്ള കാർഡ് നമ്മൾ എടുക്കണമെന്ന് പറയണം. അപ്പോൾ അതുമായിട്ട് ഫേസ് ചെയ്യുന്ന കാർഡാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് അതിന്റെ ടോപ്പിലുള്ള കാർഡ്. ഓക്കെ, ഇതിങ്ങനെ മാറ്റി വെക്കാം. അടുത്തത് അതിന്റെ ടോപ്പിലുള്ള കാർഡ്, അടുത്തതും അതിന്റെ ടോപ്പിലുള്ള കാർഡ്. ഓക്കെ 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 അപ്പൊ എന്തായാലും ഇത് 3 എയ്സസ് ആയിരിക്കും. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കണം.
നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യായിരുന്നു, ഏത് കാർഡ് വേണമെങ്കിലും ചൂസ് ചെയ്യായിരുന്നു. പക്ഷെ നിങ്ങൾ 3 ഏസസിൽ സ്റ്റോപ്പ് ചെയ്തെന്ന് പറയണം. എന്നിട്ട് ശരിക്കും ഈ ഡെക്കിന്റെ താഴത്ത് ഇപ്പോൾ ഒരു ഏസ് ഉണ്ട്, നമ്മൾ ചെയ്തപ്പോൾ അങ്ങനെ അതായതാണ്. ഓക്കെ, എന്നിട്ട് ആ ഏസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഹെൽപ്പർ കാർഡ്സിന്റെ ആവശ്യം എന്ന് പറയുന്നത്. പക്ഷെ അവർ വിചാരിക്കുന്നത് ഏസ് എവിടെയോ നടുക്കാണെന്നാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോപ്പിലൊരു ജോക്കറിന് വെക്കണം, ബോട്ടമിലൊരു ജോക്കറിന് വെക്കണം. ഓക്കെ, എന്നിട്ട് ഈ താഴത്തെ ജോക്കർ കുറച്ച് സൈഡിലോട്ടാക്കി വെക്കണം. ഓക്കെ ഓക്കെ അവരെ കാണിക്കാൻ വേണ്ടിയാണ് രണ്ടും ജോക്കറാണെന്ന് താഴത്ത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തമ്പ് ഇവിടെ വെക്കണം, താഴത്ത് ഒരു ഏസാണ്. അപ്പം നമ്മൾ നന്നായിട്ട് ഇത് പ്രസ് ചെയ്യണം. ഓക്കെ, നന്നായിട്ട് ഇത് പ്രസ് ചെയ്തിട്ട് അത് അപ്പുറത്തെ കയ്യിലോട്ടാക്കണം. ഓക്കെ, 3, 2, 1. ഓക്കെ, അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് ക്യാച്ച് ചെയ്യണം എന്തായാലും, അല്ലെങ്കിൽ എന്നാലൊരു രസം ഉണ്ടാവുള്ളൂ. പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഈ ഒരു കാർഡ് ഇതിന്റെ ഒപ്പം വരുള്ളൂ. അപ്പൊ നമ്മൾ പറയണം ഇതൊരു സാൻഡ്വിച്ച് ആയിട്ട് ഒരു കാർഡ് വെക്കുന്നുണ്ട്, അതാണ് ഫൈനൽ ഏസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ അതായിരുന്നു ട്രിക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചീസ്.